ഡോക്ടറെ, എൻ്റെ മുട്ട് വേദനയുണ്ട്. ഇത് തേയ്മാനാണോ ഡോക്ടറെ? ഞാൻ പല ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എൻ്റെ മുട്ട് വേദന മാറിയിട്ടില്ല. ഞാൻ ഗുളിക കഴിച്ചിട്ടുണ്ട്, ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ പെയിൻ മാറണില്ല. ഇത് തേയ്മാനാണോ ഡോക്ടറെ? പിന്നെ ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സി, ആദ്യം മനസ്സിലാക്കുക, തേയ്മാനം ഒരു അസുഖമല്ല. പ്രായം കൂടുന്തോറും മുടി നരയ്ക്കുന്ന പോലെ പ്രായം കൂടുന്തോറും തേയ്മാനം വരും. പക്ഷേ എല്ലാ മുട്ടുവേദനകളും തേയ്മാനം കാരണമല്ല. നീ ജോയിൻറ്റ് പെയിൻ വരാൻ ഒന്നുകിൽ ജോയിൻറ്റിനകത്ത് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ജോയിൻറ്റിന് പുറത്ത് പ്രശ്നം ഉണ്ടാവും. സോ നമ്മൾ വിചാരിക്കേണ്ടാവും അങ്ങനെയാണെങ്കിൽ എക്സ്റേ മാത്രം എടുത്താൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലോ. എക്സ്റേയിൽ ബോണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പരിധി വരെ അത് കറക്റ്റാണ്. ബട്ട് നമ്മളുടെ ജോയിൻറ്റിൻ്റെ ഇടയിൽ കുറേ ലിഗമെൻറ്റ്സ് ഉണ്ട്, മെനിസ്കസ് അല്ലെങ്കിൽ വാഷർ പോലെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ഡാമേജ് വന്നാൽ പെയിൻ വരും, ലിഗ്മെൻറ്റ് ഡാമേജ് വന്നാൽ പെയിൻ വരും, കാർട്ടിലേജ് അതായത് ബോൺ ജോയിൻറ്റിനകത്ത് സോഫ്റ്റ് എല്ലിൻ്റെ അവിടെ ഡാമേജ് വന്നാൽ പെയിൻ വരും. പിന്നെ ജോയിൻറ്റിൻ്റെ പുറത്ത് ലിഗമെൻറ്റ്സ് ഉണ്ട്. പിന്നെ വേദന വരാൻ എല്ല് വളഞ്ഞാൽ ജോയിൻറ്റിലും പെയിൻ വരും. സോ കാരണം കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിച്ചാലാണ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. വേദന മാറ്റാൻ നമുക്ക് എളുപ്പമാണ്. വേദനയുടെ ഗുളിക കഴിച്ചാൽ എന്തായാലും പെയിൻ മാറും. ബട്ട് വേദനയുടെ കാരണം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലാവും. സോ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് രീതി എങ്ങനെ പോകാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, നമ്മൾ ഏജ് അനുസരിച്ചിരിക്കും. യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്കാണ് നീ പെയിൻ വരാം. ബട്ട് യങ് ആൾക്കാർക്ക് നീ പെയിൻ വരാണെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഡയഗ്നോസ്റ്റിക് രീതി തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം ക്ലിനിക്കൽ ഫൈൻഡിങ്സാണ്. അതായത് നമ്മൾ പരിശോധിച്ചിട്ടാണ് ഈ ഡയഗ്നോസിസ് വരാം. വെറുതെ എക്സ്റേയോ അല്ലെങ്കിൽ MRI മാത്രം എടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസിസ് ചിലപ്പോൾ ഫെയിലാവും. സോ ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ കോസ് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ജോയിൻറ്റിന് അകത്താവും അല്ലെങ്കിൽ ജോയിൻറ്റിന് പുറത്താവും. ജോയിൻറ്റിന് പുറത്താണെങ്കിൽ ഏത് സ്ട്രക്ചർ ഇൻവോൾവ് ആണ് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ അത് മസിലിൻ്റെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്, ഞരമ്പുകളുടെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്, ബ്ലഡ് സപ്ലൈയുടെ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. ഇത് കണ്ടുപിടിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. സിമിലർലി ജോയിൻറ്റിനകത്താണെങ്കിൽ വേറെ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ടാവും. ചിലപ്പോൾ ജോയിൻറ്റിനകത്ത് നീരുണ്ടാവും, മുട്ട് ചിലപ്പോൾ ലോക്കാവും, പെട്ടെന്ന് മടക്കും നൂത്തും ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ സിവിയർ പെയിൻ ഉണ്ടാവും, ജോയിൻറ്റിന് അവിടെ ഞെക്കുമ്പോൾ പെയിൻ വരും, അബ്നോർമലായിട്ട് ശബ്ദങ്ങൾ വരും. ഇതൊക്കെ യൂഷ്വലി ജോയിൻറ്റിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ ഈ പ്രോബ്ലം വരാം. ഇത് ഡയഗ്നോസിസ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് കിട്ടിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. എക്സ്റേസ്. എക്സ്റേയുടെ മെയിൻ ഉദ്ദേശം ഡെഫിനറ്റ്ലി ബോണിനെ ബാധിക്കാൻ അറിയാനാണ്. ബട്ട് നമുക്ക് ഓർത്തോപെഡീഷ്യൻസിന് വേറൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് എല്ലിൻ്റെ അലൈൻമെൻറ്റ് നോക്കാൻ അറിയാം. അതായത് തുടയുടെ എല്ലും താഴത്തും എല്ലും തമ്മിൽ നിർത്തിയിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കുക. നമ്മൾ കിടത്തിയിട്ട് എക്സ്റേ എടുത്താൽ എന്താ പറ്റുക? വല്ല ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ ആളുടെ വെയിറ്റ് മുട്ടിൽ വരുന്നില്ല. സോ കിടത്തിയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ഡിഫോമിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താ? നമ്മൾ നിർത്തിയിട്ട് എക്സ്റേ എടുക്കും. ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ പേഷ്യൻ്റെ ബോഡി വെയിറ്റ് മുട്ടിൻ്റെ മുകളിൽ വരും. ഇങ്ങനത്തെ ഒരു എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. തുടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ അലൈൻമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോവുക. ഫിസിയോതെറാപ്പി അധികം ഇഷ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഫിസിയോ ചെയ്ത് മാറാം. മുട്ടിൽ വളവുണ്ടെങ്കിൽ മുട്ടിൻ്റെ വളവ് നേരെയാക്കേണ്ടി വരും. ഇപ്പോൾ ടാബ്ലറ്റ്സ് വേറെ ഗുളികം ഫിസിയോതെറാപ്പി ചെയ്താൽ അതും ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. സോ ഇൻ സമറി, വേദനയുടെ കാരണം കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക. ഞാൻ യൂഷ്വലി പരിശോധിച്ചിട്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എക്സ്റേ അല്ലെങ്കിൽ MRI പീഡിപ്പിക്കുക. താങ്ക് യു.